താഴെ താഴെ ഈ വെള്ളമുള്ള സ്ഥലം ബീച്ച് സൈഡ്. ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ടോ? ആ ഇവിടെ താഴെ ഉണ്ടല്ലോ, ഇവിടെ നിർത്താ, ബാ നമുക്ക് നടക്കാം. ഇവിടെ താഴെ വെള്ളം. ഇതാ ഇവിടെ ഓ ആടെ ഇതാ കണ്ട സ്വാമി. ഒരുത്തിന്റെ സാധനം കത്തുന്നേ സോമീൻ മറ്റേ അങ്ങനെ മൂട്ടി കത്തുന്നേട്ടാ. ആഹാ പുഴുകിയ മുട്ടയൊക്കെ ഉണ്ടല്ലോ അണ്ണാ. ധ്യാനത്തിലെ പുള്ളി ധ്യാനത്തിലെ പിന്നെ എന്താണ് വെറുതെ സോമിന്റെ സൗണ്ട് നോക്ക്. സമയം എന്തോ 2 സ്ഥലം താഴെ കിടക്കുന്നേ കടന്നു വീണ് കേട്ടാ. എടാ എടാ അങ്ങേര് ചുമ്മാ ഇരുന്നു. അങ്ങേര് ധ്യാനത്തില് എടാ ധ്യാനത്തില് അങ്ങേര് അടങ്ങിയിരിക്കും. ഇയാള് കത്താത്ത ഞാൻ മാത്രം കത്തു. മതിയെന്ന് ചോദിക്കുക. തൂങ്ങിക്കിടന്നോനെ തൂങ്ങി ചോദിക്കണം. എന്നെ കണ്ടിരിച്ചോണ്ടാ അങ്ങേര്. എന്തൊക്കെ അസഭ്യങ്ങളാ പറയുന്നേ. ഇരിക്കടാ ഇരിക്കടാ ഇരിക്കടാ. ഇരിക്ക ഡ്രസ് ഊരണ വണ്ടി സ്വാമി കൊണ്ട എന്തിനൊക്കെയാണോ പിടിച്ച് ഞെക്കിയത്? ആ ചെയ്തത് സ്വാമി ചെയ് 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 ആ ചെയ് ചെയ്. പരുന്തേ എന്തോ ഇവനെ നിങ്ങൾക്ക് വേണോ? വേണം വേണം വേണം. തൽക്കാലത്തേക്ക് ഞാനൊന്ന് സ്തംഭിപ്പിച്ചോട്ടെ. വേണ്ട വേണ്ട വേണ്ട. തൽക്കാലത്തേക്ക് സംഭവിപ്പിക്കും, നോക്കട്ടെ. ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ല അമ്മ. ചെയ് 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 സ്വാമി. ഗുണാക്കേവ് വരെ കാണാം. സുഭാഷേ സുഭാഷേ ഇത് വേണോ? അയ്യോ പരുന്തേ പറന്ന് പറന്ന് അവൻ പോയിപ്പോയി. കുറച്ച് കഴിയുമ്പോ ശവമായി താഴെ വീഴും. അകമ്പോൾ തനിയെ വന്നോളൂ. മരിച്ചു. ഇരിക്കൂ 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 ഇരിക്കൂ. താങ്കളോട് കുറച്ച് സംസാരിക്കും. അത് ഞാനല്ല താങ്കൾ തന്നെ ഉപയുക്തനാകുന്നതാണ്. ഓക്കെ, അപ്പോ കുറച്ച് കാര്യങ്ങള് ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ താങ്കളുടെ അടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് വരാൻ പറഞ്ഞത്. ഓക്കെ. കാര്യം ഒരു ഗൃഹനാഥന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒരു ഗൃഹത്തിൽ താമസിക്കുന്ന വ്യക്തിയെ സന്യാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് വിധിയുണ്ട്. അയ്യോ ആരെ കീരിയെ ഇത് ചെയ്യാൻ പോവാണോ? എന്നെ കണ്ടു, അദ്ദേഹത്തിന് കുറെ സ്ത്രീകൾ അദ്ദേഹത്തെ പറ്റിച്ചു എന്ന് പറയുന്നു. ഇനി ഈ ലൗകികപരമായിട്ടുള്ള ജീവിതത്തിനോട് താല്പര്യമില്ല എന്ന് പറയുന്നു. ഈ അമ്മാവൻ അദ്ദേഹത്തിന് എന്റെ ശിഷ്യനായി സന്യാസം സ്വീകരിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ സ്വാമി, പറഞ്ഞോളൂ. അങ്ങനെ ഒന്നും മാറുന്ന കഴപ്പല്ല ഇവന്. ഞാൻ ഉറപ്പ് പറയാം ഇവനെ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നത്, വർഷങ്ങളായിട്ട്. അതെനിക്ക് കുന്നേൽ ബെന്നി, നിന്റെ പേര് അന്വർത്ഥമായി പോകും. അതെ അതെ. പെണ്ണിയും സന്യാസം സ്വീകരിച്ചു. ശരി. ഓ പരുന്ത്, അവരെ ഇച്ചിരി ഒന്ന് പൊക്കൂ. അദ്ദേഹം ഇനി അഹന്ത കാണിക്കില്ല എന്നൊരു ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ ഇല്ല ഒന്നും കാണിക്കുന്നില്ല. ജീവൻ ഫലവു കേർത്ത സ്വാമിയെ കൊന്നിട്ടാണ് സ്നേഹിക്കുന്നത്. പാവമായ എന്നെ വായടക്കി വെച്ച് അവിടെ ഇരിക്കുക. ഇതേതാ ഇമോട്ടേതാ? മെഡിറ്റേറ്റ് എനിക്ക് ഈ സന്യാസം സ്വീകരിച്ച ആത്മീയതയിലേക്ക് താങ്കളുടെ കുടുംബത്തിന് കുറച്ച് സ്ത്രീ ശാപങ്ങൾ കിട്ടിയതായിട്ട് ഞാൻ മനസ്സിലാക്കി. സത്യം. അങ്ങനെ സ്ത്രീ ശാപമായിട്ടുണ്ടല്ലോ, ഉണ്ടെങ്കിൽ ഈ കീരിക്ക് കിട്ടിട്ടുണ്ടാവും. റാഷാ മാലിക് വരെ. അത് ശരിയാണ്. നിമ്മ് തൊട്ട് റാഷാ മാലിക് വരെ അതെന്തായാലും ഉണ്ട്. സുവ തൊട്ട് ഏലിയമ്മ വരെ. സുവല്ല മെഹർ. എന്താ മെഹർ? എനിക്ക് ഇഷ്ടല്ല. മെഹർന്നാ പേര് ഓളെ. ആരുടെ? നീലന്റെ പെണ്ണിന്റെ പേര് സുഹാ മെഹർ. മെഹർ മതി, സുഹ വേണ്ട. സൂസനൊന്നും ഒരിക്കലും ശപിക്കുന്ന കൂട്ടത്തിലല്ല, മനസ്സിലായേ?
ഞാൻ പറഞ്ഞോട്ടെ, സ്ത്രീ ശാപം എന്ന് പറഞ്ഞാൽ സ്ത്രീ ശപിക്കുക എന്നുള്ളതല്ല. പിന്നെ കീരിക്കാടന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഗർഭിണിയായപ്പോ നാട് വിട്ടു. ആച്ചിപ്പട്ടി. അടുത്ത് നിങ്ങളുടെ പല വ്യക്തികളും, ഒരാളാണെങ്കിൽ വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ ഒരു ഗൃഹനാഥന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് താമസിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മ ശപിച്ചിട്ടുണ്ടാവില്ല എന്ന് വാസുവിന് പറയാൻ പറ്റുമോ? അതിന്റെ അച്ഛനും അമ്മയൊക്കെ വന്ന പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് വളർത്തിക്കൂടായിരുന്നോ? അത് സത്യം പറഞ്ഞ ചന്ദ്രൻ ചെയ്തത് നല്ലൊരു കാര്യമല്ലേ? ഓ, ആ കുട്ടി ഇപ്പോഴും പറയുന്നത് ചന്ദ്രൻ അപ്പനാണെന്നുള്ളതാണ്. പിള്ള മനസ്സിൽ കള്ളമില്ല പരന്ത. ആ അതെ, ആ ചന്ദ്രൻ വളർത്തുന്നില്ലേ, അപ്പൊ എങ്ങനെ ശാപം കിട്ടും? അച്ഛൻ വളർത്തുന്നുണ്ട്. അടുത്ത് സൂര്യബോസ് സ്വന്തം അച്ഛനാ, മനസ്സിലായാ? പറ്റി പറയാനുള്ളത് പരുന്തിന് കേട്ടില്ല, മനസ്സിലായില്ല. കൺമണീനെ പറ്റി എന്താ പറയാനുള്ള പരുന്തിന്? ഇതുപോലൊരു ശാപം പിടിച്ചു വരണം. അത് ചിലപ്പോ ശപിക്കാം, അത് ചാൻസ് ഉണ്ട് സാബി, അത് ചാൻസ് ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു തരാം. നമ്മുടെ വീട്ടിന് ശാപം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. ആ പിന്നെ നീയൊക്കെ വീട്ടിലല്ലേ വളരുന്നത്, എങ്ങനെ കിട്ടാതിരിക്കും? ജർമ്മൻ റാഷമാലിക്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ കാർപ്പിച്ച് തുപ്പണം. സത്യം. ഞാനിങ്ങനെ റോഡുകൾ പോയപ്പോ കീരി എന്ത് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. ഉറപ്പായിട്ട് ശാപം ഉണ്ടാവും കീരി. തുടങ്ങി വെച്ച നിങ്ങളുടെ ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന അപ്പാപ്പൻ സുമതി അമ്മായി ശപിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? അതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ജർമ്മൻ കണ്ണാപ്പി ലോറ ശപിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. സിംഗിൾ ലോലൻ ഇപ്പോൾ മിംഗിൾ ലോലൻ എന്നാണ് എന്റെ തപസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണ്. സ്ത്രീ ശാപം ഉണ്ടോ ഇല്ലേ പരുന്ത്? നന്റെ പെണ്ണിനെ കുറിച്ച് ചോദിക്കേ. പെണ്ണില്ലല്ലോ. എന്തടാ നിന്റെ പെണ്ണിന്റെ പേരെന്താ മച്ചറി? നന്റെ പെണ്ണിന്റെ പേര് ജഗ്ഗുക്ക്. അതാണല്ലറ പൊട്ട, ഐശ്വര്യ റായ്. അപ്പൊ അതുകൊണ്ട് വാസു, ചെറിയ ശാപങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്, അതാദ്യം മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ഈ ഒരു പാത അടുത്ത് പിന്തുടർന്ന്. ഈ വ്യക്തി എന്നോട് വന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് സന്യാസം സ്വീകരിക്കണമെന്നുള്ളതാണ്. സ്വാമി സന്യാസം സ്വീകരിക്കുന്ന കാര്യം ഓക്കെയാണ്. അടുത്ത ദിവസം ഇവൻ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ ഒലിപ്പിച്ച് കടന്നാ സ്വാമി ഇതുപോലെതാ ഇവനെ മൂട്ടിൽ തീയിട്ട് ഞാൻ കൊന്നുകളയും. അല്ല, അദ്ദേഹം പെണ്ണിനെ സ്പർശിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ വൃഷ്ണങ്ങൾ പൊട്ടിത്തെറിച്ചു പോകും. അതൊക്കെ കള്ളത്തരമാണ്. ഇതൊക്കെ ഓരോ ഗുണായിപ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സ്വാമി. ഞാൻ ഒറ്റ കാര്യം സ്വാമിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൂ, ഇവ അടുത്ത ദിവസം ഒരു പെണ്ണിന്റെ കൂടെ നടന്ന സ്വാമിയും കൊല്ലും, ഞാൻ ഇവനെയും കൊല്ലും. വാസു ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. ഇദ്ദേഹം ഒരു സന്യാസിയാകണമെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാല് പിടിച്ച് സന്യാസിയാക്കിയല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരാൾ ഇന്ന് വന്നിട്ട് സ്വാമിയാവണമെന്ന് പറഞ്ഞാൽ നാളെ അദ്ദേഹത്തിനെ സ്വാമിയാക്കിയല്ല ചെയ്യുന്നത്. അതിന് കുറച്ച് കടമ്പകളുണ്ട്. എത്ര ദിവസത്തിൽ സ്വാമിയാവും? അദ്ദേഹത്തിന് ജീവൽ സമാധിയിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജീവനോടുകൂടി സമാധിയാവണം. നിനക്ക് സമാധിയാവണോ? അതെ അതെ. കണ്ണാപ്പി ഒരു കല്ലറ വെട്ടറ അവിടെ. സമാധിയൊക്കെ ഉറപ്പായിട്ട് ഞാൻ ചെയ്തു. പരുന്ത് ജീവൻ സമാധി എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? പിന്നെ എനിക്കറിയാലോ, അടിച്ചു തോന്നുന്നത് ഏറ്റിങ്കരയിലൊക്കെ നമ്മൾ കണ്ടല്ലേ. അതല്ല, ഇത് നോക്കിക്കോളൂ. അതുകൂടായിപ്പോ കണ്ണടച്ച് ഓം കുക്കുവേ നമഃ എന്ന് പ്രാർത്ഥിച്ചോളൂ. കണ്ണടച്ചിട്ട് ഓം കുക്കുവേ നമഃ. ഓം കുക്കുവേ നമഃ. അവര് പോയി. അങ്ങനെ വാട്ടിന് പോയി. അല്ലാതെ പിന്നെ ഇതാണ് സമാധി. ഇതാണ് സമാധി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊന്നും ആയാലും ഇവന്റെ കഴപ്പ് തീരൂല, ഒരു സംശയമില്ല. ഞാൻ ഉറപ്പുപോലെ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഇവനൊക്കെ ഇതും വെച്ച് പെണ്ണുങ്ങളെ വളയ്ക്കാൻ പോണ ടൈപ്പാണ്. അതെനിക്ക് മുച്ചിരി അടുത്ത് പറക്കാൻ സമയമായി. വേണ്ട 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 എന്തിനാ അവർക്ക് മുമ്പാണ് ഇത്തവരുടെ ചടങ്ങൊരു ശോഭയല്ലേ. ഒരു നിമിഷം പരുന്തേ. അപ്പൊ ഇതിന് കുറച്ച് ലെവൽസ് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം അതിദാരിദ്ര്യത്തിലേക്ക് കടക്കണം. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായി കാശുണ്ടാവാൻ പാടില്ല, സ്വന്തമായി ബന്ധുക്കൾ ഉണ്ടാവാൻ പാടില്ല, സ്വന്തമായി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കോലത്തിൽ എത്തേണ്ടതാണല്ലോ. ആദ്യമായി ഇദ്ദേഹം അതിദാരിദ്ര്യത്തിലേക്ക് കടക്കണം. രണ്ടാമതായി ബന്ധുക്കൾ ഇയാൾക്ക് പടിയടച്ച് പിണ്ടം വെക്കണം. ഓ ഇന്ന് തന്നെ ഫ്രീ ആയി. അതിനൊക്കെ മുഹൂർത്തമുണ്ട് പരുന്ത്, അത് ഞാൻ അറിയിക്കാം. പെട്ടെന്ന് ആക്കണേ. പടിയടച്ച് പിണ്ടം വെക്കണം. ഞാൻ ട്രാൻസ്ഫർ ചെയ്യട്ടെ. എന്ത്? എന്റെ കയ്യിലുള്ള അക്കൗണ്ടിലുള്ള എല്ലാം ഞാൻ പ്രശ്നമില്ല. 550 2 കണ്ണും
ഗൃഹനാഥനാണ് കൊടുക്കേണ്ടത്. ബുള്ളറ്റ്. ഗൃഹനാഥനാണ് കൊടുക്കേണ്ടത്. ഞാൻ അയക്കുവാണ്. ഗൃഹനാഥൻ എന്ന് പറഞ്ഞാല് പരിന്തോഷം. ആ അണ്ണ അത് അങ്ക് തരണേ അണ്ണ. എന്നിട്ട് എന്ത് പൈസ ഇല്ല അണ്ണ ജീവിക്കാൻ. അല്ല പണിയെടുക്കണം. പണിയെടുക്കാൻ പൈസ ഇല്ല. പണിയെടുക്കാൻ പണിയെടുക്കാൻ പൈസ വേണം. ആ നന്ദി പണിയെടുക്കണം. ഇന്നൊരു ദിവസം കീരി കുടുംബാംഗങ്ങളോട് കഴിയുക. എല്ലാവരോടും വിട അയച്ചിട്ടുണ്ട്. പറയുക. ശേഷം എന്താ ശേഷം എനിക്ക് കിട്ടിയില്ലല്ലോ. ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു എത്ര കോടി? 10 കോടി. ആകെ 10 കോടി ഉണ്ടായിരുന്നുള്ളൂ. അത് മതി അണ്ണ ജീവിക്കാനായിട്ട്. അത് മതി. എനിക്ക് എന്റെ ഫോൺ വീണ്ടും ഓഫ് ആയടാ. എന്റെ ഫോൺ മാത്രം എങ്ങനെയാടാ ചാർജിൽ ഓഫ് ആവുന്നത്? അഡ്മിനെ ആ ഫോൺ ഓണാക്കി തന്നെ. അയ്യോ സാമി പരുന്ത് ഇന്നൊരു ദിവസം അദ്ദേഹത്തിന് ഗൃഹശ്രാശ്രമം വിധിച്ചിരിക്കുകയാണ്. കുടുംബത്തോടെ പോയി സന്തോഷമായിരിക്കുക. ബാക്കി കർമ്മങ്ങൾ നാളെ തുടങ്ങും. 7-ാം നാൾ ഇദ്ദേഹം ജീവസമാധി അടയും. 7-ാം നാൾ ജീവസമാധി അടയും. അന്ന് എല്ലാവരും ഉണ്ടാവണം. പിന്നെ പരുന്തുവാസവും സന്നാഹങ്ങളും. കാര്യം അയാളുടെ കുഴിയിലേക്ക് അവസാനത്തെ പിടിമണ്ണ് വാരിയിടേണ്ട ഗൃഹനാഥനാണ്. ഉറപ്പായിട്ടും. മറ്റൊരു കാര്യം, നിങ്ങളെ കുടുംബത്തിനെ ബാധിച്ചിരിക്കുന്ന സ്ത്രീ ശാപം പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ചെറിയ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾ ആലോചിച്ച് വേണമെങ്കിൽ ചെയ്യുക. ഇപ്പൊ ഒരാൾ പടമാകുന്നതായിരിക്കും. സാമ്യ പടാവുന്നതൊന്ന് കാണിക്കണം. അതോടെ നിക്കട്ടെ. എന്താ ഷോക്ക് വരുന്ന സാമിയ? സാമി എന്റെ ഫോൺ ഒന്ന് ഓണാക്കി തരുമോ പ്ലീസ്? അത് ഞാൻ പവർ ബാങ്ക് ഉണ്ടല്ലോ അണ്ണാ, നാ തരാം. അല്ലല്ല ചാർജിങ്. പരുത് അതൊന്ന്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീ ശാപം നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും നശിച്ചു കൊണ്ടിരിക്കുന്ന ദേവാലയം, അതൊരു പള്ളിയാകാം, അമ്പലമാകാം, എന്തുമാകാം, അത് റീസ്റ്റോർ ചെയ്ത് അവിടെ ഒരു ഉത്സവം നടത്തണം. അതോടുകൂടി ഈ സ്ത്രീ ശാപം മാറിക്കിട്ടും. ഓ കള്ളന്റെ ബുദ്ധിയെ പൈസയൊക്കെ. പൈസ അടിക്കാനുള്ള സത്യം പറഞ്ഞ അമ്പലം പടുത്ത് തരണം നമ്മൾ. അതല്ലേ? അല്ല, അമ്പലം തന്നെ പണിയണമെന്നില്ല. അത് പരുന്തിന് തന്നെ തീരുമാനിക്കാം. ഈ സിറ്റിയിലുള്ള ഏത് അമ്പലമാണോ, പള്ളിയാണോ, മോസ്ക് ആണോ, എന്ത് വേണോ, പരുന്ത് യാത്ര ചെയ്ത് കണ്ടുപിടിച്ചു. വളരെ ഉയരത്തിൽ പറക്കുന്ന വ്യക്തിയല്ലേ? അതെ. എനിക്ക് മുകളിലൊന്നും ഒരുത്തനും പറഞ്ഞിട്ട് പോലും ഇതുവരെ. അതെ. അപ്പൊ വളരെ ഉയരത്തിൽ പറക്കുന്ന പരുന്തായത് കൊണ്ട് പരുന്ത് തന്നെ ഏതെങ്കിലും ഒരു ദേവാലയം കണ്ടെത്തി ഒരു ആനയും അമ്പാരിയും ഒക്കെ വെച്ച് നല്ലൊരു ഉത്സവം നടത്തണം. നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്മാരിങ്ങനെ കണ്ണാപ്പി ഇവിടെ നിന്നുകൊണ്ട് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണന്റെ അപ്പി ഞാൻ പുറത്തെടുക്കും. അനാവശ്യം പറയരുത്. അതിനുള്ള സമയം കുറിച്ച് ഞാൻ കീരിക്കാടനെ ഏൽപ്പിക്കാം. ആ കീരിക്കാരനൊന്ന് വരുമോ? ക്യാരക്ടർ എൻഡിങ് ഒന്നും അല്ലല്ലോ അല്ലേ? അല്ല ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടാ. ആത്മീയത എന്താന്ന് അനുഭവം. ഞാൻ ഓർത്ത് ഇനി ഇത് ക്യാരക്ടർ എൻഡ് ചെയ്തിട്ട് മറ്റേ ഊർമിള എന്നൊക്കെ പറഞ്ഞ മറ്റേ നിന്റെ പഴയ ശബ്ദത്തിൽ പെണ്ണായിട്ട് വരാൻ, നിനക്ക് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് പെണ്ണായിട്ടെങ്കിലും വരാന്ന് വിചാരിക്കണേ. പറയാൻ പറ്റൂലേ? ഇതാരാ? അയ്യോ കുന്നൽ ബെന്നി പെരുമാൾ. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതിന് ഇങ്ങനെ സംശയിക്കരുത്. ഇല്ല സംശയിക്കില്ല. അപ്പോൾ ആ ഉത്സവം നടക്കുന്നതിന്റെ അന്നാണ് കീരിക്കാടിന്റെ ജീവസമാധി. ഓക്കെ. എന്നിട്ട് എന്താക്കും സ്വാമി? നിങ്ങ കൊല്ലോ ഓനെ? സമാധിയടാ. മുച്ചിരി ടിഎമ്മിന്റെ ബാനർ നോക്കാം. ഒരു പരുന്തല്ലേ അതിനകത്ത്? കൊല്ലുന്നല്ലേ? അപ്പൊ പരിപാടിക്ക് നമ്മളെ വിളിച്ചാ മതി. ബാക്കി നമ്മളെ ഇന്ന് ഞങ്ങക്ക് കൊണ്ടുപോകല്ലോ കീരിയെ. എന്തോ വരുന്നുണ്ട്. ഇത് മാറ്റി കാണാം. ശരി പരുന്ത്, അപ്പൊ കാണാം. ഓക്കെ ബൈ. ഇരുന്നപ്പോഴാ സ്വാമി നമുക്കും അറിയാം ഈ ഭജന ഇതെല്ലാം നമുക്കറിയാം. ഇനി എന്നെ കാണാൻ വരുമ്പോ ഇമാതിരി നാക്കിന് എല്ലില്ലാത്ത ആൾക്കാരെ അല്ല സ്വാമിക്ക് നാക്കിനെല്ലുണ്ടോ? ഹലോ സ്വാമിയെ
ഡൗട്ടാണ്. എടാ, നിനക്ക് ഒരു രക്ഷ കേറ് വണ്ടിക്കകത്ത്. ഇവിടെ വാസനോട് എന്തോ പറഞ്ഞത് നമുക്ക് അപ്പൊ ശരി, അഷ്ടദിഗ്ബന്ധന ദൂരെ ആ, സ്വാമി ശരണം. സ്വാമി ശരണം. മലയിൽ കൂടെ ഒന്ന് പോവാറ് ഗൈസ്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് മാല ഇടുവാണേ ഗൈസ്. കേട്ടാ എന്നെ വെറുതെ നിങ്ങളെല്ലാം അത് അത്രയും എന്റെ അത്രയും കാര്യം പൊന്നുപോലെ നോക്കണം സ്വാമിയായിട്ടിരിക്കുന്ന സമയത്ത് എന്റെ. കേട്ടാ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് യഥാർത്ഥത്തിൽ റിയൽ ലൈഫിൽ മാല ഇടുക. കണ്ണാപ്പി, ഓ അണ്ണാ, ഓ 2 ദിവസം കഴിഞ്ഞ് ഞാൻ റിയൽ ലൈഫിൽ മാല ഇടാൻ പോവാണേ. അത് അണ്ണാ സ്വാമി ശബരിമല പോണം. അണ്ണാ ഞാനും വരാം. ഇല്ലല്ല, ഞാൻ മമ്മിയുടെ ഒക്കെ കൂടെ പോണേ. ട്രിപ്പ് അല്ല പോണത്, മലക്കാണ് പോണത്. ആ ഞാനും കൂടെ വരാറ്. കമ്പനിയായിട്ട് പോവല്ലേ? ഇല്ല, മമ്മിയുടെ കുടുംബത്തോടെ പോകണത് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് ശരിയാണ്, അത് ശരിയാ. ശരിയാ കേട്ടാ. കുടുംബത്തിൽ കേട്ടാ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞു തന്നേക്കോ. ഞാൻ ചോദിച്ചിരുന്നതേ ഞാന് അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മളൊരു ഉത്സവം നടത്തണം. ആ ഉത്സവം കുടുംബത്തിന് വേണ്ടി ഒരു ഉത്സവം. കണ്ണാപ്പി. ഉത്സവമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഘോഷയാത്ര, ഫ്ലോട്ട്, ഫ്ലോട്ട്, ആന, നെറ്റിപ്പട്ടം. ഓ ആനയൊക്കെ ചെയ്താലോ കലക്കുന്ന ഉത്സവം. നീ ആ EMS നൂടെ കേറി വാ. ഓ അണ്ണ ചെയ്യണ്ട. ഉത്സവം എന്തായാലും ഇപ്പൊ ചെയ്യണ്ടേ? ചെയ്തല്ലേ EMS പോയോ? അതൊന്ന് റെഡിയാക്കാം. കുന്നേൽ പിന്നെ ഉത്സവം നല്ലൊരു ത്രട്ടല്ലേ പറഞ്ഞല്ലേ? വസണ്ണ നമുക്ക് നല്ലൊരു ഇവിടുത്തെ ഒരു പള്ളിയുണ്ട്. ത്രട്ടാണല്ലേ? പള്ളിയിൽ പെരുന്നാൾ നടത്തിയാലോ? കണ്ണാപ്പിയാണ് കത്തിയേ. അല്ല കണ്ണാപ്പി അവിടെ ബഗ്ഗുണ്ടാ, അവിടെ ബഗ്ഗുണ്ടാ. ഇവരൊരു പഴയ പള്ളിയുണ്ടല്ലോ, ഈ പെരുന്നാൾ ഇവിടെ നടത്തിയാലോ? കത്തി, ഇവിടെ കത്തി, കണ്ണാപ്പി കത്തി. ഈ വണ്ടിക്ക് എപ്പോ വന്നോ? ഇത് ഇന്ന് കിട്ടിയതാ. ഇത്തിരി കണ്ണാപ്പ് കത്തിയാണ ആ കത്തി കത്തി കത്തി. ഓൻ പണം വെച്ചിട്ടേ കത്തിപ്പിച്ചേ തോന്നുന്നു. എടാ നമ്മുടെ പാട്ടേ സിറ്റിയിൽ പോകുന്നുണ്ടോ? ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് കൊറേ ആൾക്കാരെ വേണ്ടി വരുവാടാ എന്തിന് ഉത്സവം നടത്തണമെങ്കിൽ. ഉത്സവം നമ്മളൊരാളുണ്ട് ഇഷ്ടം പോലെ. ഘോഷയാത്രക്ക് പെണ്ണുങ്ങൾ വേണം, സെറ്റ് സാരി വേണം. ഘോഷയാത്ര ഘോഷയാത്ര എന്താന്ന് പറഞ്ഞാ? വസണ്ണ മറ്റേ സാനിറ്റൈസറുള്ള പള്ളി നമുക്ക് അവിടെ പെരുന്നാൾ നടത്താം. ആ അവിടെ പെരുന്നാൾ നടത്താം. അമ്പലത്തില് ഘോഷയാത്ര എന്താന്ന് പറഞ്ഞോ നിനക്ക് ഇതുവരെ? ഇല്ല, എന്റെ സ്ഥലമെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും. നിന്റെ കൊറേ ആൾക്കാര് റോഡിൽ കൂടെ ഇങ്ങനെ- ഉത്സവത്തിന് ആൾക്കാർ ഇങ്ങനെ വരി വരിയായിട്ട് നടന്നൊക്കെ വരുന്നതിനൊക്കെ എന്തോ പറയുന്നേ? അമ്മ അമ്മോ? അറിയില്ല. എടാ നീ ഉത്സവത്തിന് പോകാറില്ല? ഉത്സവം ഇല്ല അമ്പലത്തിൽ ഉത്സവം ഒന്നും കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ? ഇല്ല. മറ്റേ ഇത് കണ്ടിട്ടുണ്ട്, ഏത് മറ്റേ മേക്കപ്പ് എല്ലാം ഇട്ടിട്ടുള്ള മറ്റേ എന്താ പറയാ? തെയ്യോ? ആ തെയ്യം കണ്ടിട്ടുണ്ട്. എടാ അത് തന്നെ ഇങ്ങനെ റോഡിൽ കൂടെ ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ എടുത്തിട്ട് നടന്നു. ആ മനസ്സിലായി, നടന്നിട്ട് പോവാൻ മനസ്സിലായി. മറ്റേ കോടയെല്ലാം പിടിച്ചിട്ട് ആ അതിന് അതിനെന്തോ പറയുന്നേ? അത് ജാഥ ജാഥ ജാഥ. ആ അത് പാർട്ടിക്കാര് പോകാനല്ലേ പറയണേ? അമ്മ വാറക്കറിയില്ല അതിനെന്താ പറയാ. കെട്ടുകാഴ്ച എന്ന് പറയും, ഘോഷയാത്ര എന്ന് പറയും. ആ ഘോഷയാത്ര എന്നാണ് പറയണത്. പക്ഷെ ഞങ്ങൾക്കറിയില്ല അതിനെ കുറിച്ചൊന്നും. നമ്മളിവിടെ വെടി ഉണ്ടാവാ കുമ്പളരി ആഴ്ച നല്ല കെട്ടുകാഴ്ച എപ്പോഴും വെടി പൊട്ടിക്കും അമ്പലത്തില്. ആകാശത്ത് പോയിട്ട് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ആകാശത്ത് പോയിട്ട് വലിയ വലിയ വെടി പൊട്ടും. അത് കാണാൻ പോയി എപ്പോഴും. അതിനെ നിങ്ങൾ എന്താ പറയണേ? വെടി, കുമ്പള വെടി. കുമ്പള വെടിയാ? അയ്യോ അത് കണ്ടില്ല നീ ഇതൊരു വണ്ടിയുടെ? അതാണ് പരുന്ന് ബാസിന്റെ ഞാൻ പരുന്ന്. ദേ. അതവിടെ ഈ ഞെക്കുമ്പോഴേ വരത്തുള്ളൂ. വണ്ടി അവിടെ പോയി വന്നില്ല. അല്ല സേവ് ചെയ്ത് തിരിച്ച് സേവ് ചെയ്ത്. അതെ. അപ്പഴേ വന്നിട്ട് ഒറ്റടിക്ക് പോയി. എന്റെ അപ്പം ഞാൻ date ഇറങ്ങുവാടാ. നിശ്ചയിച്ചിട്ട് അണ്ണൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. കേക്കോ ഹലോ കേക്കോ, ഞാൻ ഇറങ്ങാം. അണ്ണൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഹലോ സംസാരശേഷി പോയോ? ഇങ്ങോട്ട് വാ, കേക്കോ, ഇങ്ങോട്ട് വാ, കേക്കോ. ഇങ്ങോട്ട്. ആ ആ ആ ഞാൻ ഇറങ്ങുവാന്ന്. ആ ഓക്കെ അണ്ണാ, പോയിട്ട് വാ. ഓക്കെ. കണ്ണാപ്പി വരുവാണെ പറഞ്ഞേരാ. ആ ആ ഓക്കെ.